ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 3-4 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ജിസയിലും ആര്യനാണ്. അനുമോളുടെ എന്തോ ഒരു കിറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അത് അനുമോൾ എല്ലാവിടും തപ്പി നടക്കുന്ന സമയത്ത് രാത്രി ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് അനുമോള് നേരെ ആര്യന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എൻ്റെ കിറ്റ് എടുത്തു എന്ന്. അനുമോൾ ആ ചോദിച്ച സമയത്ത് അനുമോൾ അവിടെ കണ്ട് ഞെട്ടിയൊരു കാഴ്ച ഉണ്ടായിരുന്നു. ജിസയിലും ആര്യനും കൂടി പുതപ്പിനടിയിൽ എന്തോ കുൽസിത പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുമോള് കണ്ട്. പക്ഷെ ആ സമയത്ത് അനുമോള് അവിടെ ആരെടുത്തോ അത് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. ആ കാര്യം അനുമോള് മനസ്സിൽ തന്നെ വെച്ചിരുന്നു. കാരണം ഞാനായിട്ട് ഇനി അതൊരു ഫ്രണ്ട്ഷിപ്പാണോ അതോ മറ്റേതെങ്കിലും ബന്ധമാണോ എന്നും അനുമോളിന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അനുമോൾ അത് അവിടെ ആരുടെ അടുത്തും പറയാനും പോയില്ല. അനുമോളുടെ മനസ്സിൽ തന്നെയാണ് അനുമോൾ അത് വെച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കുറെ പേര് ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ മസ്താനി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് എൻട്രി വഴി അകത്ത് കയറിയവർക്ക് പുറത്ത് നടന്ന കാര്യങ്ങൾ, അതായത് ബിഗ് ബോസിൽ ഇത്രയും ദിവസം നടന്ന കാര്യങ്ങൾ എല്ലാം അവർക്ക് നമ്മളെ പോലെ തന്നെ അവര് കളി, അതായത് ബിഗ് ബോസ് വീട്ടിലകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ഈ വൈൽഡ് കാർഡ് എൻട്രി വഴി കയറിയ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് ഈ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അകത്ത് കയറിയിട്ടുള്ളവർക്ക് ബിഗ് ബോസിൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അതിലെ മസ്താൻ, അതായത് നമ്മളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന മസ്താൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഈ കാര്യം, അതായത് ആര്യനും ജിസയിലുമായിട്ടുള്ള കുൽസിത പ്രവൃത്തികൾ ഈ മസ്താനെയും കണ്ടിട്ടാണ് ആ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത്. മസ്താൻ എന്ത് ചെയ്തു? ഈ കാര്യം ബിഗ് ബോസ് വീട്ടിനകത്തായിട്ട് പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പം നല്ല രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിസയിലും ആര്യനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി വേറൊരു കണ്ടസ്റ്റന്റിലേക്ക് വരാം. രേണു സുധി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്, പുറത്തു നിന്ന് നല്ല സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണു സുധി. അകത്ത് പോയിട്ട് പുറത്തു നിന്ന് കളിക്കണേന്റെ അത്ര പോലും കളിക്കുന്നില്ല. വെറുതെ ക്യാമറയെ പോലെ ഒരു സൈഡില് ബിഗ് ബോസിനകത്ത് ഇരുന്ന് കളി കാണുന്നത് മാത്രമാണ് രേണു സുധി ചെയ്യുന്നത്. രേണു സുധി ഇനിയെങ്കിലും കളി മാറ്റി പിടിച്ചില്ലെങ്കിൽ അധികം വൈകാതെ പുറത്തിറങ്ങേണ്ടി വരും. പുറത്തു നിന്ന് രേണു സുധിയുടെ കളി കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഊർജം വേണമെങ്കിൽ ഇനി രേണു സുധി കുറെ കൂടി ആക്റ്റീവായിട്ടും അവരൊപ്പം നിന്ന് കളിച്ച് ജയിച്ചാൽ മാത്രമേ പുറത്തു നിന്നും അധിക സപ്പോർട്ടിന് രേണു സുധിക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് രേണു സുധിയുടെ ബിഗ് ബോസിന്റെ കളികൾ ഒന്നും കൂടി മാറ്റി ചവിട്ടേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിനകത്ത് എൻ്റെ കുറച്ച് ഫേവറേറ്റീവ് കണ്ടസ്റ്റന്റ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ രേണു സുധി, അനുമോളും ഷാനവാസും എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ്. അതിൽ അനുമോള് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിന്ന് കളിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. ആ ബിഗ് ബോസ് വീട്ടിലകത്തുള്ള എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും അനുമോൾ ഒരുപാട് സങ്കടപ്പെട്ട് ഓവറാക്കിയിരുന്ന് കരയുന്ന സീനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വഴി കുറെ പേര് അകത്ത് കയറിയപ്പോൾ അനുമോളുടെ കൂടുതൽ ബലം കിട്ടിയതോടെ അനുമോൾ കൂടുതൽ ഊർജത്തോടെ കളിച്ചു മുന്നേറുന്നു. ഷാനവാസ് ഒരു സമയത്ത് സീരിയലിലെ ചോക്ലേറ്റ് പയ്യനായിട്ട് വന്ന് എല്ലാവരുടെയും മനസ്സുകൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് ഷാനവാസ്. ബിഗ് ബോസ് വീട്ടിനകത്തും നല്ല രീതിയിൽ കളിച്ചു മുന്നേറുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റിൽ ഒരാളാണ് ഈ ഷാനവാസ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലായാലും കൂടുതൽ ഇടപെട്ട് അവിടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായാലും അവിടെ നടക്കുന്ന വഴക്കുകളിലായാലും ഇടപെട്ട് രീതിയിൽ കളിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. കഴിഞ്ഞ ദിവസം അനുമോള് ജയിലിനായിരുന്ന സമയത്ത് ഷാനവാസും മറ്റ് കണ്ടസ്റ്റന്റും, അതായത് കുറച്ച് കണ്ടസ്റ്റന്റും കൂടി ചേർന്ന് ആ ബിഗ് ബോസ് വീട്ടില് മസ്താനി
എടുത്തിട്ട ഒരു ബോംബ് അവിടെ ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങി. ബോംബ് ആരാണ്? നമ്മുടെ ജിസയിലും ആര്യനാണ്. അനുമോള് ജയിലിൽ നിന്ന് തിരിച്ച് വന്ന സമയത്ത് ഷാനവാസ് അനുവിനോട് ചോദിച്ചു, മസ്താനി ഈ കാര്യം ഇങ്ങനെ ചോദിച്ചത്. അപ്പോഴത്തേക്കും അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാനായിട്ടൊരു വിഷയം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കരുതി അനുമോള് ആ സമയത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോ അവിടെ ഈ മസ്താനി ഈ സംഭവം പറഞ്ഞ സമയത്ത് അനുമോൾ എനിക്കും അങ്ങനെ തോന്നി, എന്താണ് അവരുടെ ബന്ധമെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ഈ ആഴ്ച എവിക്ഷൻ നടന്നിട്ടില്ല. അടുത്ത ആഴ്ചത്തേക്കാണ് എവിക്ഷൻ മാറ്റി വെച്ചിരിക്കുന്നത്. എനിക്കതിൽ ഒരുപാട് ഇറിറ്റേറ്റീവ് ആവുന്ന ഒരു കണ്ടസ്റ്റന്റ് തോന്നിയത് റന ഫാത്തിമ. അടുത്ത ആഴ്ച റന ഫാത്തിമ ഔട്ടാകുമോ അതോ ആര്യൻ ഔട്ടാകുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. ചിലപ്പോൾ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു ആളായിരിക്കാം പുറത്തു പോകുന്നത്. എന്തായാലും കണ്ടിരുന്ന് കാണാം. ടാറ്റാ ബൈ ബൈ. കഴിഞ്ഞ്